ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. ഞാൻ കമറുന്നീസ. കമറൂസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. അപ്പം നമ്മൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആണ് ഇടുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായും കാണണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഓരോ വീഡിയോയിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോയിൻ്റ് തീർച്ചയായും കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ നോമ്പൊക്കെ അടുത്ത് വരികയാണല്ലോ. അപ്പോൾ നമ്മളെ വീടിൻ്റെ ഓരോ മുക്കും മൂലയൊക്കെ അടിച്ച് വൃത്തിയാക്കി നമ്മൾ അലക്കിയും തുടച്ചും ഒക്കെ വൃത്തിയാക്കിയിട്ടുണ്ടാവില്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളെ മനസ്സൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി ഫാമിലിയിലേക്ക് ഒന്ന് പോകുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ഒരു നല്ലൊരു കാര്യം കൂടിയാണ്. നോമ്പിൻ്റെ മുന്നോടിയായി ഇതൊക്കെ ചെയ്യുകയെന്ന് പറഞ്ഞാലും അപ്പോൾ നമ്മളെപ്പോഴും പോകുന്നവരാണെങ്കിലും നോമ്പിൻ്റെ മുന്നേയും ഒന്ന് പോകുന്നത് ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഇന്ന് ഹസ്ബൻഡിൻ്റെ ഫാമിലിക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ കാക്കാൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ ആദ്യം തന്നെ എത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെ അവർ 5 മക്കളെ വീടാണിത്. അടുത്തടുത്തായിട്ട് വീട് കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ, അവരുടെ ആ സ്നേഹവും. അപ്പം നമ്മളെ കയറി ചെല്ലുമ്പോൾ എല്ലാ വീട്ടിലേക്കും ഒരു കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഇവിടെ പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ വീട്ടിലേക്കും എത്തിപ്പെടണം. അപ്പോൾ അടുത്താണെങ്കിലും ഓരോ വീട്ടിലും നമ്മൾ കയറി ഇറങ്ങുമ്പോൾ ഒരു സന്തോഷം തന്നെയല്ലേ. എല്ലാവരും ഒരുമിച്ച് കൂടും കേട്ടോ അവിടെ. അങ്ങനെ എന്താ പറയുക, തൊടിയിലൂടെയും ഒക്കെ നടക്കുമ്പോൾ പുതിയ തൈകളും ഒക്കെ വെച്ചിട്ടുണ്ടാവും. എന്താ വെള്ള ഞാവൽപ്പഴം കണ്ടു ഞാൻ അവിടെ കേട്ടോ. പൂത്ത് നിൽക്കുന്നുണ്ട്, പക്ഷേ കായൊന്നും ആയിട്ടില്ല. അതുപോലെ മുരിങ്ങക്ക ഉണ്ടായിരുന്നു, അതും കൂടെ കുറച്ച് ഞങ്ങൾ അറുത്തെടുത്തിട്ടുണ്ട്. അവരാദ്യമായിട്ടാണെന്ന് തോന്നുന്നു അറുക്കണം കേട്ടോ. ഒന്ന് മൂപ്പ് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അറുക്കാതെ വെച്ചിരിക്കുകയെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ എല്ലാം അറുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ ഫാമിലിക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെ അത് അറുത്തുമ്പോൾ എന്താ പറയുക, ഇത്രയും ഒരു സന്തോഷത്തോടു കൂടി ഞങ്ങളത് അറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നിറയെ മുരിങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറന്നു പോവല്ലേ. ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ അവിടെ കുറച്ച് നേരം ഊഞ്ഞാലാടിയും ചിരിച്ചും കളിച്ചും ഒക്കെ കുറച്ച് നേരം അവിടെ തന്നെ ഞങ്ങൾ നിന്നിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ മറ്റേ കാക്കാൻ്റെ വീട്ടിലേക്കും പോവുകയാണ്. നട്ടുച്ച സമയമായിട്ടുണ്ട് കേട്ടോ. എങ്കിലും ഞങ്ങൾ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ട് ഒരു കാട്ടിലൂടെ നടന്നു പോവാണ് കേട്ടോ. കൂടുതൽ വെയിലൊന്നും തട്ടാതിരിക്കാൻ വേണ്ടി. അടിപൊളി എന്താ പറയുക, മരങ്ങളും വള്ളികളും ഒക്കെ നിൽക്കുന്ന ഒരു കാടാണ് കേട്ടോ. ഇത്രയും തിക്കോടുകൂടി നിൽക്കുന്ന നമ്മളെ ചുറ്റുവട്ടത്തുനിന്നൊന്നും ഇങ്ങനത്തെ ഒരു കാടില്ല കേട്ടോ. നല്ല ഭംഗിയോടുള്ള കാടാണ്. അപ്പോൾ ഇതിലൂടെ അങ്ങനെ നടക്കുമ്പോൾ നല്ലൊരു രസം കൂടിയാണ് കേട്ടോ. അപ്പോൾ വെയിൽ എൻ്റെ ചൂടൊന്നും അറിയാതെ ഞങ്ങളങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ഇങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഈ മുരിങ്ങക്ക വെച്ച് അടിപൊളി ഒരു സാമ്പാറാണ് ഉണ്ടാക്കണതെന്ന് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മുരിങ്ങക്ക കട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം പാലിച്ചേമ്പ് എടുത്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങും പിന്നെ സവാള, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം ചേർത്തിട്ടുണ്ടോ. അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ശരിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് പരിപ്പ് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളൊരു മൺചട്ടിയിലാണ് വെക്കുന്നത്. അതിലേക്ക് ഉരുളക്കിഴങ്ങും പാലിച്ചേമ്പും കൂടെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് അപ്പോൾ അത് വേവുന്ന സമയത്ത് തന്നെ നമ്മൾ പെട്ടെന്ന് അതിലേക്ക് അരപ്പുകളും വറുത്തിടലും ഒക്കെ ശരിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഉലുവ പൊട്ടിയതിൻ്റെ ശേഷം കുറച്ച് കടുകും ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പൊട്ടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് സവാളയും പച്ചമുളകും ഇട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് പൊടികളും കുറച്ച് സാമ്പാർ പൊടിയും മല്ലിപ്പൊടി, മുളക് പൊടി ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചധികം കായം കൂടി ചേർക്കുമ്പോൾ നല്ലൊരു മണം കൂടിയാണ്.
പൊടികളൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് പുളിയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മസാല ഇട്ട് കൊടുക്കണം. അപ്പോൾ അടിപൊളിയൊരു സാമ്പാറാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് ശേഷം നമ്മൾ വീഡിയോസ് എടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോലെ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്തായാലും നമുക്ക് ഈ വീഡിയോസിന് ലൈക്കും കമൻറ്റും അതുപോലെ തന്നെ ഷെയറും തീർച്ചയായും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം.